ഇന്ന് ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആയല്ലോ. ട്രാവലിംഗ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. 2-3 ആഴ്ചത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവാണേ. ട്രെയിൻ 5:45-നാണെങ്കിലും ഞങ്ങൾ ഒരു 5:30 ആകുമ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിക്കാണ്ട് ഇറങ്ങിയോണ്ട് ചായയും പരിപ്പുവടയും പത്തിരിയൊക്കെ വാങ്ങിച്ച് കുഞ്ഞിക്കുമ്പുകളൊക്കെ ഒന്ന് നിറച്ചേ. അവർ രണ്ടുപേരും വയറ് നിറച്ചില്ലേ പിന്നെ ട്രെയിനിൽ കയറിപ്പാടെ എന്നെ വെറുപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ അവരെ വയറ് നിറച്ചാൽ എനിക്ക് സമാധാനമാണ്. അതുകൊണ്ടാട്ടോ നേരത്തെ ചായ കുടിച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് രണ്ടാൾക്കും ബോറടിക്കാൻ തുടങ്ങി. അധിക നേരം ബോറടിപ്പിക്കാതെ തന്നെ ട്രെയിൻ എത്തിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 2-3 ആഴ്ചത്തെ നീണ്ട വെക്കേഷൻ്റെ ശേഷം നാട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല സങ്കടമുണ്ട്. വണ്ടി കയറിയപ്പോൾ മുതൽ എൻ്റെ ടെൻഷന് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കേടായി പോകുമെന്നുള്ളതായിരുന്നേ. നാട്ടിൽ നിന്ന് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേടായി പോകുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് എന്തോ ഭാഗ്യത്തിന് തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ എൻ്റെ ബീഫ് നല്ല സേഫായിട്ട് നാട്ടിലെത്തിയിട്ടോ. ഇനി കയറിയാൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു കാഴ്ചയാണിത്. വിമാനവും ഹെലികോപ്റ്ററൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ. നമ്മൾ എത്ര വലുതായാലും നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു ചെറിയ കുട്ടിയുണ്ടെന്ന് എനിക്ക് തോന്നല് ഇങ്ങനെയുള്ളൊക്കെ ഒരു കാഴ്ചകൾ കാണുമ്പോഴാണ്. എറണാകുളമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെല്ലെ എണീറ്റ് ഡോറിൻ്റെ സൈഡിൽ കുറച്ച് നേരം ആ തണുപ്പും മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു കേട്ടോ. അധിക നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. എനിക്ക് ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്നത് ഭയങ്കര പേടിയാണ്. ഒരു 1:45 ആകുമ്പോഴേക്ക് ട്രെയിന് വേളി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ അതാണ് കേട്ടോ സുഖം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയില്ലെങ്കിലും ഇറങ്ങി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ഓട്ടമായിരുന്നു എല്ലാവരും കൂടെ. മോന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയപ്പം അവനും എണീറ്റു. പിന്നെ ഊബർ വിളിച്ച് വേഗം വീട്ടിലേക്ക് കേട്ടോ. വണ്ടിക്കാരൻ ആദ്യം ഇറക്കി തരില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ട്രിവാൻഡ്രം ഫുള്ള് നല്ല വെള്ളമായിരുന്നു കേട്ടോ. റോഡിലൊക്കെ വണ്ടീൻ്റെ പ്ലാറ്റ്ഫോം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇറക്കി തരില്ല എന്ന് പറഞ്ഞു. പിന്നെ റൂട്ട് മാറ്റിയെടുത്ത് അവിടെ ഇറക്കി തന്നു. ഞങ്ങൾ ചെറിയൊരു യാത്രയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.